എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള പി എസ് സിയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് നമ്മൾ മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കി വരികയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള പി എസ് സി 2022 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 68/2022. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഓപ്ഷൻ ഡി, ഹൃദയരാഗങ്ങൾ. ജോർജ് ഓണക്കൂർ എഴുതിയ ഹൃദയരാഗങ്ങൾ എന്ന കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് EV രാമകൃഷ്ണൻ്റെ കൃതിയായ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾക്കാണ്. ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? തന്നിരിക്കുന്നവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? ഓപ്ഷൻ ബി, TP ഔസേപ്പ്. TP ഔസേപ്പിനാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. 2023 കേരളത്തിൽ നിന്നും ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് കബഡി പരിശീലകനായ E. ഭാസ്കരനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം. ഓപ്ഷൻ സി, ജഡായു. ജഡായു ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം. ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്താൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം. ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം. ഓപ്ഷൻ ബി, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി. ഓപ്ഷൻ ഡി, സജി ചെറിയാൻ. സജി ചെറിയാനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ M.R. ബൈജു. ഡോക്ടർ M.R. ബൈജു ആണ് നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? ഓപ്ഷൻ ഡി, 13. 13 ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്. അന്ന ബെന്നിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? അന്ന ബെന്നിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? ഓപ്ഷൻ സി, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. അന്ന ബെന്നിന് 2021 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡാണ് ലഭിച്ചത്, മികച്ച നടിക്കുള്ള അവാർഡ്. 2023 മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ലഭിച്ചത് വിൻസി അലോഷ്യസിനാണ്. ഡോക്ടർ ശോശാമ്മ അയ്യപ്പന് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? ഡോക്ടർ ശോശാമ്മ അയ്യപ്പന് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? ഓപ്ഷൻ ഡി, മറ്റുള്ളവ. മൃഗസംരക്ഷണത്തിലെ സംഭാവനകൾക്കാണ് ഡോക്ടർ ശോശാമ്മ അയ്യപ്പന് 2022 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. 2023 കേരളത്തിൽ നിന്നും 4 പേർക്കാണ് പത്മശ്രീ അവാർഡ് ലഭിച്ചത്. ശ്രീ CA ഐസക്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. ശ്രീ VP അപ്പുകുട്ടൻ പൊതുവാൾ, സോഷ്യൽ വർക്ക്. ശ്രീ SRD പ്രസാദ്, സ്പോർട്സ്. ശ്രീ ചെറുവയൽ K. രാമൻ, അതേഴ്സ്, അഗ്രികൾച്ചർ. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയറൺമെൻറ്റ് എന്ന് നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ്? കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയറൺമെൻറ്റ് എന്ന നാമം സ്വീകരിച്ചത് ഏതു വർഷത്തിൽ ആണ്? ഓപ്ഷൻ എ, 2002. 2002 കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയറൺമെൻറ്റ് എന്ന് നാമം സ്വീകരിച്ചത്. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി, അലൂമിനിയം, സിലിക്ക.
ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കളാണ് അലുമിനിയവും സിലിക്കയും. താഴെ തന്നിരിക്കുന്നതിൽ അവസാദശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത്. താഴെ തന്നിരിക്കുന്നതിൽ അവസാദശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഓപ്ഷൻ സി ബസാൾട്ട്. ബസാൾട്ടാണ് അവസാദശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത്. 13ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ മടക്കു പർവ്വതനിരയ്ക്ക് ഉദാഹരണം. താഴെ തന്നിരിക്കുന്നതിൽ മടക്കു പർവ്വതനിരയ്ക്ക് ഉദാഹരണം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബി ആൻഡ് സി. അറ്റ്ലസ്, ആൽപ്സ്. അറ്റ്ലസും ആൽപ്സുമാണ് തന്നിരിക്കുന്നതിൽ മടക്കു പർവ്വതനിരയ്ക്ക് ഉദാഹരണങ്ങൾ. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ്. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം. ഓപ്ഷൻ എ മലവെള്ളപ്പാച്ചിൽ. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം മലവെള്ളപ്പാച്ചിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം. ഓപ്ഷൻ എ യു പി. യു പി ആണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം. 1,00,000-ലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര്. 1,00,000-ലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര്. ഓപ്ഷൻ സി നഗരം. നഗരം എന്നാണ് 1,00,000-ലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര്. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം. ഓപ്ഷൻ ഡി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഇന്ത്യയിൽ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല. ഓപ്ഷൻ ബി പാലക്കാട്. കേരളത്തിൽ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ഓപ്ഷൻ സി ലഡാക്ക്, സസ്കർ. തന്നിരിക്കുന്നതിൽ ലഡാക്കും സസ്കറുമാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു? താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ്? ഓപ്ഷൻ ഡി വില്യംസ് തേർഡ്. വില്യംസ് തേർഡ് ആണ് താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ്. കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ. കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ വി ഹരിനായർ. വി ഹരിനായറാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ്. ഓപ്ഷൻ സി 450 × 300 mm. 450 × 300 mm ആണ് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന പതാകയുടെ അളവ്. പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാകുന്നു? പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാകുന്നു? ഓപ്ഷൻ എ 28(1). പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 28(1)ലാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം. ഓപ്ഷൻ ബി 293. സംസ്ഥാനങ്ങളുടെ
കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം 293 താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി. തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി. ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്നായിക്. തന്നിരിക്കുന്നവയിൽ ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്നായിക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു? വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു? ഓപ്ഷൻ എ 8. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് 8 ആയിരുന്നു. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താൽപ്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യസമരകാലത്ത് ഉയർന്നു വന്നതാകുന്നു? ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താൽപ്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യസമരകാലത്ത് ഉയർന്നു വന്നതാകുന്നു? ഓപ്ഷൻ സി അമേരിക്ക. അമേരിക്കയുടെ സ്വാതന്ത്ര്യസമരകാലത്ത് ഉയർന്നു വന്ന വാക്കുകളാണ് ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താൽപ്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല എന്നത്. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം. ഓപ്ഷൻ ഡി 1989 നവംബർ 20. 1989 നവംബർ 20 UN പ്രമേയത്തിലാണ് ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഓപ്ഷൻ എ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും അടങ്ങുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം. ഓപ്ഷൻ സി 1885. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ഓപ്ഷൻ ഡി ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ഫസൽ അലി. ഫസൽ അലി ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ സി കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭു ആയിരുന്നു ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഓപ്ഷൻ ബി കാൺപൂർ. കാൺപൂർ ആയിരുന്നു 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം.
ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു? ഓപ്ഷൻ എ റാണി ഝാൻസി റെജിമെൻറ്റ്. റാണി ഝാൻസി റെജിമെൻറ്റ് എന്നായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേര്. സന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? സന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? ഓപ്ഷൻ ബി രാജ്മഹൽ കുന്നുകൾ. രാജ്മഹൽ കുന്നുകളായിരുന്നു സന്താൾ കലാപം നടന്ന പ്രദേശം. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? ഓപ്ഷൻ ഡി മറാത്ത. മറാത്ത എന്ന പത്രമായിരുന്നു തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം. സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയനാണ് സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ ഡി പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിൻ്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? തന്നിട്ടുള്ളതിൽ കേരളത്തിൻ്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി കബനി. കബനി നദിയാണ് തന്നിട്ടുള്ളതിൽ കേരളത്തിൻ്റെ കിഴക്കോട്ടൊഴുകുന്ന നദി. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഓപ്ഷൻ എ ചിങ്ങം 1. ചിങ്ങം 1 കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ സി കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ്? തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ്? ഓപ്ഷൻ ബി കെ എം ബീനാമോൾ. കെ എം ബീനാമോളാണ് തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലാണ് ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? ഓപ്ഷൻ ബി പള്ളിവാസൽ. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ സി 4. കേരളത്തിൽ നിലവിൽ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി തൃശ്ശൂർ. തൃശ്ശൂരിലാണ് കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാര്? എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി പ്രൊഫസർ കെ വി തോമസ്. പ്രൊഫസർ കെ വി തോമസ് ആണ് എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? ഓപ്ഷൻ സി കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം കീഴരിയൂർ ബോംബ് കേസായിരുന്നു. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം? തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം 1949. 1949 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നത്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു? ഓപ്ഷൻ എ സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരായിരുന്നു? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചതാര്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥമേത്? ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ ഡി പ്രാചീന മലയാളം. തന്നിട്ടുള്ളതിൽ പ്രാചീന മലയാളമാണ് ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം. ആധുനിക കാലത്തെ അദ്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവമേത്? ആധുനിക കാലത്തെ അദ്ഭുതമെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആധുനിക കാലത്തെ അദ്ഭുതമെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. വി ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? വി ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി നാടകം. വി ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി നാടക വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ചുവടെ തന്നിട്ടുള്ളതിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമേത്? ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമേത്? ഓപ്ഷൻ ഡി കോഴഞ്ചേരി പ്രസംഗം. തന്നിട്ടുള്ളതിൽ കോഴഞ്ചേരി പ്രസംഗമാണ് സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം. മനുഷ്യശരീരത്തിലെ വാരിയലുകളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിലെ വാരിയലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 24. മനുഷ്യ ശരീരത്തിൽ 24 വാരിയലുകളാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ സി കരൾ. മനുഷ്യ ശരീരത്തിൽ കരളിലാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്. കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം. രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം. കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു. പ്ലാസ്മയിൽ കാണപ്പെടുന്നു. മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു. ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് യോജിക്കാത്ത പ്രസ്താവന. പ്ലാസ്മയിൽ കാണപ്പെടുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? വൈറ്റ് കെയിൻ ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. വൈറ്റ് കെയിൻ ടോക്കിംഗ് വാച്ച് ഉപയോഗിക്കുന്നത് മുടന്തരാണ്. ടാക്ട്രൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്നത് ബധിരരാണ്. ടാക്ട്രൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. വൈറ്റ് കെയിൻ ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ടാക്ട്രൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഉപയോഗിക്കുന്നത് അന്ധരാണ്. ഈ 2 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏത്?
തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏത്? ഓപ്ഷൻ ഡി അനാമിക. തന്നിരിക്കുന്നവയിൽ അനാമികയാണ് വെണ്ടയുടെ ഇനം. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം. ഓപ്ഷൻ എ വാഹനങ്ങളിൽ നിന്നുള്ള പുക. വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്. വിഘാടകർ എന്ന വിഭാഗത്തിൽപ്പെടുന്നതിനെ കണ്ടെത്തുക. വിഘാടകർ എന്ന വിഭാഗത്തിൽപ്പെടുന്നതിനെ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ബാക്ടീരിയ. ബാക്ടീരിയയാണ് വിഘാടകർ എന്ന വിഭാഗത്തിൽപ്പെടുന്നത്. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഓപ്ഷൻ സി ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ സി ഐസോടോപ്പുകൾ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്നാണ് പറയുന്നത്. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ ഡി മോസ്ലി. മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം. ഓപ്ഷൻ സി ഓക്സിജൻ. ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിൻ്റെ അയിര് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിൻ്റെ അയിര് ഏതാണ്? ഓപ്ഷൻ ബി ഹാമറ്റൈറ്റ്. തന്നിരിക്കുന്നവയിൽ ഹാമറ്റൈറ്റ് ആണ് അയണിൻ്റെ അയിര്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ഓപ്ഷൻ എ നൈലോൺ. നൈലോൺ ആണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതനകോൺ എത്രയാണ്? ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതനകോൺ എത്രയാണ്? ഓപ്ഷൻ ബി 60 ഡിഗ്രി. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതനകോൺ 60 ഡിഗ്രിയാണ്. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം. ഓപ്ഷൻ എ പ്രതല ബലം. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലമാണ് പ്രതല ബലം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത്. ഓപ്ഷൻ ഡി ഖരവസ്തുക്കളിൽ. ഖരവസ്തുക്കളിലാണ് ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത്. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ 4 ഡിഗ്രി സെൽഷ്യസിലാണ്. മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം. മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം. ഓപ്ഷൻ ബി ഇരട്ടിയാകുന്നു. മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം ഇരട്ടിയാകുന്നു. അടുത്തതായി മാത്സ് ചോദ്യങ്ങൾ. 1/2 + 1/4 + 1/8 + 1/16 ദശാംശ രൂപം ഏത്? ഓപ്ഷൻ സി 0.9375. 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 1/4 വില എത്ര? ഓപ്ഷൻ ഡി
1/2. 2/1/2 ഇൻറ്റു 23 മൈനസ് 1/1/2 ഇൻറ്റു 23 സമം ഓപ്ഷൻ ബി 23. 1/100ൻ്റെ 12/1/2 മടങ്ങ് എത്ര? ഓപ്ഷൻ ഡി എയും ബിയും. 1/8 12 1/2%. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ അനഘസംഖ്യ പെർഫെക്റ്റ് നമ്പർ അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി 4. സാത്വിക് 35 ലക്ഷം രൂപയ്ക്ക് ഒരു പഴയ വീട് വാങ്ങുകയും 3 ലക്ഷം രൂപ അറ്റകുറ്റപ്പണികൾക്കായി ചെലവഴിക്കുകയും ചെയ്തു. പിന്നെ അവനത് 5% ലാഭത്തിൽ വിറ്റുവെങ്കിൽ സാത്വിക്കിന് എത്ര രൂപ കിട്ടി? ഓപ്ഷൻ ബി 39,90,000 രൂപ. 24 മീറ്ററും 16 മീറ്ററും നീളമുള്ള 2 PVC പൈപ്പുകൾ ഒരേ നീളത്തിലും പരമാവധി നീളത്തിലും മുറിക്കണം. ഓരോ കഷ്ണത്തിൻ്റെയും പരമാവധി നീളം എത്രയായിരിക്കും? ഓപ്ഷൻ സി 8 മീറ്റർ. ഒരു NH റോഡിലെ 3 വ്യത്യസ്ത ജംഗ്ഷനുകളിലെ ട്രാഫിക് ലൈറ്റുകൾ നിരീക്ഷിച്ചപ്പോൾ ഓരോ 60 സെക്കൻഡിലും 120 സെക്കൻഡിലും 24 സെക്കൻഡിലും അവ പച്ചയായി മാറുന്നു. രാവിലെ 7 മണിക്ക് സിഗ്നലുകൾ ആരംഭിച്ചപ്പോൾ എല്ലാ ലൈറ്റുകളും പച്ചയായിരുന്നു. അതിനുശേഷം എത്ര സമയം കഴിഞ്ഞ് 3 സിഗ്നലുകളും ഒരേ സമയം വീണ്ടും പച്ചയായി മാറും? ഓപ്ഷൻ ഡി 2 മിനിറ്റ്. കുമാരൻ കുറച്ച് ദിവസങ്ങളിലെ പാൽ വിൽപ്പന പരിശോധിച്ചപ്പോൾ ഒരു ദിവസത്തെ ശരാശരി വരുമാനം 150 രൂപയാണെന്ന് കണ്ടു. ഇതേ രീതിയിൽ തുടർന്നാൽ ജൂൺ മാസത്തിൽ കുമാരൻ പാൽ വിൽപ്പനയിൽ നിന്ന് എത്ര രൂപ കിട്ടും? ഓപ്ഷൻ ബി 4500 രൂപ. ഒരു ബസ് യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 km/h വേഗത്തിലും അടുത്ത 120 കിലോമീറ്റർ ശരാശരി 20 km/h വേഗതയിലുമാണ് സഞ്ചരിച്ചത്. മുഴുവൻ യാത്രയിലെ ശരാശരി വേഗം എത്രയാണ്? ഓപ്ഷൻ ബി 24 km/h. അപ്പു പി എന്ന സ്ഥലത്ത് നിന്ന് 2/3 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച ശേഷം 5/7 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു എങ്കിൽ പിയിൽ നിന്ന് ഇപ്പോൾ അവൻ എത്ര ദൂരെയാണ്? ഓപ്ഷൻ ബി 1/21 കിലോമീറ്റർ പടിഞ്ഞാറ്. 5, 12, 31, 68 ഡാഷ് എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത്? ഓപ്ഷൻ ഡി 129. ചുവടെയുള്ള ചിത്രങ്ങളിൽ അടുത്ത ചിത്രമായി വരുന്നത് ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ചുവടെയുള്ള ചിത്രങ്ങളെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? ഓപ്ഷൻ സി 3x1/4. ചതുരത്തിലെ വിട്ടുപോയ കളത്തിലെ സംഖ്യ ഏത്? ഓപ്ഷൻ ബി 3. -3x5 - 2 പ്ലസ് -3x0 സമം ഓപ്ഷൻ സി -9. ഒറ്റയാനെ കണ്ടെത്തുക. പേന, യൂണിഫോം, പുസ്തകം, പെൻസിൽ. ഓപ്ഷൻ ബി യൂണിഫോം. സമാന ബന്ധം കണ്ടെത്തുക. വൃത്തസ്തംഭം 3, അർദ്ധഗോളം. ഓപ്ഷൻ ബി 2. ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്ന് ദ്വിമാന രൂപങ്ങൾ തരം തിരിച്ചെഴുതുക. വൃത്തം, സപ്തഭുജം, വൃത്തസ്തൂപിക, ഷഡ്ഭുജം. ഓപ്ഷൻ സി 1, 2, 4. വൃത്തം, സപ്തഭുജം, ഷഡ്ഭുജം. ശ്രുതിയുടെ പിതാവ് ശ്രുതിയുടെ മുത്തച്ഛനേക്കാൾ 26 വയസ്സ് ഇളയതും ശ്രുതിയേക്കാൾ 29 വയസ്സ് കൂടുതലുമാണ്. മൂവരുടെയും പ്രായത്തിൻ്റെ ആകെ തുക 135 വർഷമാണെങ്കിൽ ശ്രുതിയുടെ വയസ്സെത്ര? ഓപ്ഷൻ സി 17. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.